എന്തായാലും ഇന്ദുവിനെ സുമ കൂട്ടിക്കൊണ്ടുപോയത് വളരെ നന്നായി. ഇവിടുത്തെ കാര്യങ്ങളൊന്നും തൽക്കാലം അവൾ അറിയാൻ പോകുന്നില്ലല്ലോ. അപ്പോ ഗോകുലിനെ പോലീസ് ചോദ്യം ചെയ്ത് കുഴപ്പാവുന്നു തന്നെയാണ് സച്ചേട്ടൻ പറയുന്നത്. അത് നീ അവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കാം. എന്താ സുശീലേ? എന്റെ സാറേ, എന്റെ സച്ചി സാറേ, നിങ്ങളുടെ മകൻ കാരണം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട അവസ്ഥയായല്ലോ. അവനെവിടെ? ഇവിടെ ഇല്ലേ? എന്നെ അവൻ ജയിലിൽ കിടത്തി അടങ്ങുമെന്ന് എനിക്ക് അവനോട് ചോദിക്കണം. ഗോകുൽ ഇവിടെ ഇല്ല സുശീലേ. ഈ വക കാര്യത്തിന് നിങ്ങൾ വെറുതെ ഇവിടെ വന്ന് ബേളം വെച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സാറേ? മഞ്ചാടിയുടെ കല്യാണം മുടക്കാൻ നിങ്ങളുടെ മകൻ പറഞ്ഞിട്ടാ ഞാൻ ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച് ആശുപത്രി കിടന്നേ. അതിനവൻ എനിക്ക് തരാമെന്ന് പറഞ്ഞതൊന്നും തന്നില്ലെന്നതോ പോട്ടെ, എന്നെ പോലീസിനെ കൂടി പിടിപ്പിക്കാനും നോക്കിയാ ഞാനിത് എവിടെ പോയി പറയും സാറേ? സുശീലയെ പോലീസിന് ഒറ്റിക്കൊടുത്തത് ഗോകുലൊന്നും അല്ല. നാളെ സിയെ അവനെയും വിളിപ്പിച്ചിട്ടുണ്ട്. അവനെയും പോലീസ് ചോദ്യം ചെയ്യും. നിങ്ങളൊക്കെ കയ്യിൽ കാശുള്ളവരാ സാറേ. പോലീസിന്റെ കണ്ണി പൊടിയിട്ട് നിങ്ങളൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകും. അവസാനം ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട ഞാനായിരിക്കും തൂങ്ങാൻ പോകുന്നത്. സുശീല ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലേ ആരും സുശീലയെ തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല. പക്ഷെ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ സാറേ, നിങ്ങളുടെ മകൻ എന്നെ കൊണ്ട് ചെയ്യിച്ച കാര്യം അവൻ പറഞ്ഞിട്ട് ഞാൻ ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ചെന്നുള്ളത് സത്യമാണ്. ഒരു കാര്യം ചെയ്യ്, ആ സത്യം നീ പോലീസിനോട് തുറന്നു പറ. അല്ലാതെ ഇവിടെ വന്ന് ഇതൊക്കെ വിളിച്ചു പോയിട്ട് എന്താ കാര്യം? ഞാൻ പോലീസിന് മൊഴി കൊടുത്ത ഗോകുൽ കുടുങ്ങില്ലേ സാറേ? അത് സാറിന് മോശമല്ലേ? എനിക്കൊരു മോശവും ഇല്ല. തെറ്റ് ചെയ്തവൻ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നുള്ള പക്ഷക്കാരനാ ഞാൻ. എന്നിട്ടാണോ സാറിന്റെ മോനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അവൻ നാളെ സ്റ്റേഷനിൽ ഹാജരാവുന്ന എന്താ ഉറപ്പ്? ഞാനാ ഉറപ്പ്. ഗോകുലിനെ നാളെ സ്റ്റേഷനിൽ ഹാജരാക്കുമെന്ന് ഞാനാ സിഐക്ക് വാക്ക് കൊടുത്തത്. ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഒരു കാര്യം ചെയ്യ്, സുശീല ഇപ്പൊ പോവാൻ നോക്ക്. ഗോകുലിന് സുശീലയ്ക്ക് കാണണമെന്നുണ്ടെങ്കിൽ നാളെ സ്റ്റേഷനിൽ വെച്ച് കാണാം. അല്ല സാറേ, വാതിലടച്ചേക്ക് സാവിത്രി. സാറേ, സച്ചി സാറേ, ഞാനൊന്ന് സാവിത്രി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. വേണ്ട, ഓഹോ, എന്റെ മുഖത്തിട്ട് വാതിലടയ്ക്കാൻ മാത്രം വളർന്നു അല്ലേ? ശരി, നോക്കാം.